ദേശമാണ്. ചതുർത്ഥ സ്കന്ധത്തിൻ്റെ അവസാന അധ്യായമാണ്. ചതുർത്ഥ സ്കന്ധത്തിൻ്റെ പ്രമേയം വിസർഗമാകുന്നു. ഉപാദാന കാരണത്തോട് കൂടി ബ്രഹ്മാവ് നടത്തുന്ന സൃഷ്ടിയുടെ പ്രക്രിയയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. സർഗത്തിലാകട്ടെ ഭഗവാന്റെ തന്നെ സൃഷ്ടിയാണ്. അവിടെ ഉപാദാന കാരണം അന്യമായിട്ടില്ല. ഇപ്പോൾ ഭഗവാൻ ഉപാദാന കാരണമായിട്ട് വിവർത്തിച്ചു. അങ്ങനെ ബ്രഹ്മാവ് സംഭൂതനാവുന്നു. ആ ബ്രഹ്മാവിൽ നിന്ന് സൃഷ്ടി അനാവൃതമാകുന്ന പ്രക്രിയയാണ് വിസർഗത്തിൽ വിശദീകരിക്കുക. ഒപ്പം തന്നെ ഈ വിസർഗം നാലാം സ്കന്ധത്തിൻ്റെ മറ്റൊരു പ്രമേയം, വിസർഗത്തിന് പുറമെ മറ്റൊരു പ്രമേയത്തെക്കുറിച്ച് ആചാര്യന്മാർ ചൂണ്ടിക്കാണിക്കുക. ഇവിടെ ചതുർവിധ പുരുഷാർത്ഥത്തെ പരാമർശിക്കുന്നുണ്ട് എന്നതാണ്. ഇതിൽ ധർമ്മവിഷയകമായി ദക്ഷൻ്റെ ആഖ്യാനവും കാമവിഷയകമായി ധ്രുവചരിതവും വ്യക്തമാക്കുന്നു. തുടർന്ന് അർത്ഥസംബന്ധിയായ വിഷയം അത് പൃഥുചരിതത്തിലൂടെയാണ് അനാവൃതമാവുന്നത്. പുരഞ്ജന ഉപാഖ്യാനത്തോടെ മോക്ഷ സാക്ഷാത്കാരത്തിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. പൃഥുവിൻ്റെ പൗത്രൻ്റെ പുത്രനാകുന്നു. പുത്രന്മാരാണ്. പൃഥുവിൻ്റെ പൗത്രൻ്റെ പുത്രനാണ് പ്രാചേതസ്. ഈ പ്രാചേതസിൻ്റെ കഥയാണ്. പ്രാചേതസ്സിന് സാക്ഷാൽ ശ്രീ നാരദര് നൽകുന്ന ഉപദേശമാണ് പുരഞ്ജനോപാഖ്യാനമായിട്ട് പ്രകീർത്തിതമായിട്ടുള്ളത്. പ്രാചീന ബർഹിസിന് ശതദ്രുതിയിൽ, സമുദ്രപുത്രിയായിട്ടുള്ള ശതദ്രുതിയിൽ 10 മക്കളുണ്ടായി. ആ 10 മക്കളെയാണ് പ്രചേതസ്സുകൾ എന്ന് അറിയപ്പെടുന്നത്. ഈ പ്രചേതസ്സുകളോട് അച്ഛൻ പ്രാചീന ബർഹിസ്, അദ്ദേഹം ഒരു കർമ്മഠനാണ്. എങ്കിലും മക്കളോട് സൃഷ്ടിക്ക് മുമ്പ് തപം ചെയ്യണം എന്ന് ഉപദേശിച്ച് അയക്കുകയുണ്ടായി. അങ്ങനെ ഒരു നല്ല നിർദ്ദേശം മക്കൾക്ക് അച്ഛനമ്മമാർ നൽകേണ്ടതാവുന്നു. എന്ത് ചെയ്യുന്നതിന് മുൻപും തപസ് വേണം. തപസ് എന്ന് പറയുന്നത് മനസ്സശ്ച ഇന്ദ്രിയാണാം ഐകാഗ്ര്യം പരമം തപ ആലോചനേ എന്നീ പ്രകാരത്തിലൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ ഒരു കുട്ടികളുടെ ആവേശം എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതിന് മാറ്റം വരേണ്ടതുണ്ട്. ഏത് കാര്യത്തിന് ഒരുമ്പെട്ട് ഇറങ്ങുന്നതിന് മുൻപും നട്ടെല്ല് നിവർത്തി സ്വസ്ഥമായിട്ടിരിക്കാനും നാമം ജപിക്കാനും ദീർഘമായി ശ്വാസോച്ഛ്വാസം ചെയ്യാനുമൊക്കെ ഉപദേശിച്ചു തുടങ്ങുന്നത് നല്ലതാണ്. അങ്ങനെ നിർദ്ദേശിച്ച് അതിനുശേഷമേ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനം എടുക്കാവൂ. ഇങ്ങനെ അവർക്ക് തപസ്സിൻ്റെ കാര്യത്തിൽ പ്രേരണ നൽകാം. പുരാണത്തിലാകട്ടെ പിതൃപദേശമനുസരിച്ച് പ്രാചേതസ്സുകൾ ചെയ്ത തപസ്സിനെ കുറിച്ച് പറയുന്നത്, പ്രചേതസ്സുകൾ ചെയ്ത തപസ്സിനെ കുറിച്ച് പറയുന്നത് പശ്ചിമ സമുദ്ര ഭാഗത്ത് ഒരു താമര സരസ്, അവിടെ തപം ചെയ്യാൻ തയ്യാറായി ചെന്നു എന്നാണ്. സാക്ഷാൽ രുദ്രദേവൻ തന്നെ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് രുദ്രഗീതം എന്ന വിഷ്ണുസ്തുതി
ഗീതം ഉപദേശിച്ചു കൊടുത്തു. അത് സ്വീകരിച്ചുകൊണ്ട് അവർ ജലസ്തംഭനം ചെയ്തുകൊണ്ടുള്ള തപസ് 10,000 വർഷത്തോളം അനുഷ്ഠിച്ചു. തുടർന്ന് സൃഷ്ടിക്ക് യോഗ്യരായപ്പോൾ അവർ വൃക്ഷകന്യകയായിട്ടുള്ള മാരിഷയെ വിവാഹം കഴിക്കുന്നു. അതിൻ്റെ പിറകിലും എന്തുകൊണ്ട് മാരിഷ, അതിനൊക്കെ കഥയുണ്ട്, അതിലേക്ക് വിസ്തരിച്ചു പോകുന്നില്ല. മാരിഷയ്ക്ക് ഇവരിൽ ഒരു പുത്രനാണ് ദക്ഷൻ ജനിക്കുന്നു. ഈ ദക്ഷനെക്കുറിച്ചുള്ള പരാമർശം പഴയ ദക്ഷൻ തന്നെ ഒരു പശ്ചാത്താപമായിട്ട് വന്ന് പിറന്നു. ഇനി അങ്ങോട്ട് കേമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അവിടെ ശിവ വിദ്വേഷം പുലർത്തി എന്ന അപകടം കാണിച്ചിരുന്നുവല്ലോ. ദക്ഷൻ പിറന്ന ശേഷം ഇവർ വളരെ ഭംഗിയായിട്ട് രാജ്യമൊക്കെ, പ്രചേതസ്സുകൾ വളരെ കാലം രാജ്യഭരണമൊക്കെ നിർവഹിച്ചു. തുടർന്ന് സംഭവിച്ച കാര്യമാണ് മൈത്രേയ മഹർഷി വിതുരർക്ക് ഉപദേശിച്ച് കൊടുക്കുന്നത്. ആ ഭാഗമാണ് നമുക്കിവിടെ ആസ്വദിക്കാനുള്ളത്. 31-ാമത്തെ അധ്യായം, ചതുർത്ഥ സ്കന്ധത്തിൻ്റെ അവസാന അധ്യായം. തത ഉത്പന്ന വിജ്ഞാന ആശ്വധോക്ഷജ ഭാഷിതം സ്മരന്ത ആത്മജേ ഭാര്യം വിസൃജ്യ പ്രാവ്രജൻ ഗൃഹാത്ത്. കാലാന്തരത്തിൽ ഉൽപ്പന്ന വിജ്ഞാന, ഈ 10 പേർക്കും വിജ്ഞാനം ഉത്പന്നമായി. വിജ്ഞാനം ഉത്പന്നമായി എന്ന് പറഞ്ഞാൽ ഇവർക്ക് അറിയാത്ത കാര്യമല്ല. രുദ്രദേവനിൽ നിന്നും ഭഗവാൻ വിഷ്ണുവിൽ നിന്നും ഗ്രഹിച്ചതായ ആത്മീയ സാക്ഷാത്കാരത്തിൻ്റെ പാഠങ്ങൾ അത് കൂടുതൽ വ്യക്തതയോടെ ബോധ്യപ്പെട്ടു കിട്ടി എന്ന് വേണം മനസ്സിലാക്കാൻ. അവർ തന്നെ ആ കാര്യം നിരീക്ഷിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ഇതും നമ്മെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രായോഗിക പാഠമാണ്. താല്പര്യം വരുമ്പോഴൊക്കെ ഭാഗവത സപ്താഹ പ്രകാരങ്ങളായാലും മറ്റ് സത്സംഗ വിശേഷങ്ങളായാലും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. അതൊന്നും തന്നെ നിഷ്ഫലമാവില്ല, ക്രമേണ ഫലിച്ചോളും. ഈ പ്രകാരത്തിൽ ചിന്തിക്കാം. തഥ ഉത്പന്ന വിജ്ഞാന ആശു അധോക്ഷജ ഭാഷിതം. ഭഗവാൻ വിഷ്ണു ഉപദേശിച്ചതിനെ ഓർമ്മ വന്നു എന്നാണ്. ഈ ഓർമ്മ വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. പാർത്ഥൻ സാരഥിയുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉപദേശം കേട്ടതിനെ സംബന്ധിച്ച് ഉപകാരപ്പെട്ടുവോ എന്ന് അന്വേഷിച്ചപ്പോൾ നഷ്ടോ മോഹ സ്മൃതി ലബ്ധ എന്നാണ് പ്രതികരിച്ചത്. ഓർമ്മ തിരിച്ചു കിട്ടി. അധപതനത്തിൻ്റെ പടികൾ പറയുമ്പോൾ 2-ാം അധ്യായത്തിൽ വിഷയധ്യാനം കൊണ്ട് അധപ്പതിച്ചു പോകുന്ന പ്രകാരം പറയുമ്പോൾ ഓർമ്മ നഷ്ടപ്പെടുന്ന കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഓർമ്മ നഷ്ടപ്പെട്ട് ക്രമേണ അധപ്പതിക്കുന്നു എന്നാണ് അവിടെ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് ഓർമ്മ ഉണ്ടാവുക എന്നുള്ളത് വലിയ കാര്യമാണ്. അവിടുത്തെ ഓർമ്മയെ സംബന്ധിച്ച് ആചാര്യ ഭഗവത്പാദർ വ്യാഖ്യാനത്തിൽ പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സത്സംഗത്തിലൂടെയും അതുപോലെ തന്നെ ശാസ്ത്ര പഠനത്തിലൂടെയും സദ്ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടും ഒക്കെ ഉണ്ടാവുന്ന കാര്യങ്ങളുടെ ഓർമ്മ. അപ്പം അങ്ങനെ ഇവർക്ക് ഓർമ്മയുണ്ടായി. സ്മരന്ത ആത്മജേ ഭാര്യാം വിസൃജ്യ പ്രാവ്രജൻ ഗൃഹാത്ത്. ഓർമ്മ വന്നതും ഇവർ ഇറങ്ങിപ്പോകാൻ തയ്യാറായി. ഒളിച്ചോട്ടമല്ല, ഗൃഹസ്ഥാശ്രമധർമ്മം ഭംഗിയായി നിർവഹിച്ച ശേഷം പുത്രനെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു, ദക്ഷനെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു. ഭാര്യയുടെ ഉത്തരവാദിത്വവും മകനെ ഏൽപ്പിച്ചു. അമ്മയുടെ ഉത്തരവാദിത്വം മകനെ ഏൽപ്പിച്ചിട്ട് ഈ 10 പേരും
അവിടുന്ന് പുറപ്പെട്ടിറങ്ങി. 1000 ദിവ്യ സംവത്സരം കഴിഞ്ഞ ശേഷമാണ് ഓർമ്മ വന്നതായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അധോക്ഷജൻ്റെ ഭഗവാൻ വിഷ്ണുവിൻ്റെ ഉപദേശം ഓർമ്മ വന്നത്. അതിനുശേഷം എന്തു ചെയ്തു? ദീക്ഷിതാ ബ്രഹ്മസത്രേണ സർവഭൂതാത്മമേധസ പ്രതീച്യാം ദിശിവേലായാം സിദ്ധോഭൂത് യത്ര ജാജലിഹി. അവർ ചെന്ന ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകതയെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് യത്ര സിദ്ധ അഭൂത് ജാജലിഹി. ജാജലി എന്ന മുനീശ്വരൻ എവിടെ വെച്ചാണോ സിദ്ധിയെ പ്രാപിച്ചത്, തത്വസാക്ഷാത്കാരത്തെ പ്രാപിച്ചത്, ആ സിദ്ധഭൂമികയിലേക്കാണ് ഇവർ 10 പേരും തപം ചെയ്യുന്നതിനായിട്ട് പോയത്. നേരത്തെ തപസിദ്ധി വരുത്തിയ ശേഷം രാജ്യഭരണത്തെയും ഗൃഹസ്ഥാശ്രമധർമ്മത്തെയും ഒക്കെ ഭംഗിയായി പാലിച്ച് മകനെ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ച് ഇവർ തിരിച്ചു വീണ്ടും തപസ്സിന് ജന്മസാഫല്യം നേടുന്നതിന് വേണ്ടി പുറപ്പെട്ടു. പടിഞ്ഞാറ് ദേശത്ത് സമുദ്രതീരത്തിലാണ് ജാജലി മഹർഷി സിദ്ധി സാക്ഷാത്കരിച്ച സ്ഥലം, സിദ്ധി കൂടിയ സ്ഥലം. അവിടെ ദീക്ഷിത ബ്രഹ്മസത്രേണ, ദീക്ഷിതരായി ഇവര്. ഇതെങ്ങനെയാ സ്വയം ദീക്ഷിതരാവുക? പണ്ട് കേട്ട കാര്യങ്ങളൊക്കെ പുനഃസ്മരിച്ചുകൊണ്ട് ദീക്ഷിതരായി. എന്താ ഇവിടുത്തെ ദീക്ഷാവിഷയം? ബ്രഹ്മസത്രേണ സർവഭൂതാത്മമേധസ. മേധസ്, ഇവരുടെ ബുദ്ധി, അത് സർവഭൂതാത്മാ, സർവഭൂതജാലങ്ങളിലും അന്തര്യാമിയായി പരിലസിക്കുന്ന പ്രഭുവിനെ സംബന്ധിച്ചുള്ള വിചാരത്താൽ ദീക്ഷിതരായി. അതൊരു ഗംഭീര ദീക്ഷ തന്നെ. അങ്ങനെ ദീക്ഷിതരായിരിക്കാൻ ഇതുപോലെയുള്ള സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് പ്രകാരം നമുക്കും സാധ്യമായി വരണം. താൻ നിർജിത പ്രാണമനോ വചോ ദൃശോ ജിതാസനാൻ ശാന്തസമാന വിഗ്രഹാൻ പരേ മലേ ബ്രഹ്മണി യോജിതാത്മനഃ സുരാസുരേഡ്യോ ദദൃശേ സ്മ നാരദഃ. ഇത്തരത്തിലുള്ള ദീക്ഷിതരായവരുടെ തപപ്രകാരത്തെ, അവർ ചെയ്ത തപസ്സിൻ്റെ പ്രകാരത്തെക്കുറിച്ച് പറയുന്നു. താൻ നിർജിത പ്രാണങ്ങളെ ജയിച്ചവരായി, മനസ്സിനെ ജയിച്ചു, അതുപോലെ തന്നെ വാക്കിനെയും കണ്ണ് എന്ന ഇന്ദ്രിയത്തെയും. ഇപ്പോൾ ദശേന്ദ്രിയങ്ങളെയും ജയിച്ച കാര്യം ഇവിടെ ഭംഗ്യന്തരേണ സൂചിപ്പിച്ചിരിക്കുകയാണ്. ഇന്ദ്രിയങ്ങളെയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന പ്രാണനെയും ജയിച്ചു. ഇപ്പോൾ പ്രാണങ്ങളെയും 10 ഇന്ദ്രിയങ്ങളെയും ജയിച്ചു, ആസനസിദ്ധി വരുത്തിയവരായി, അതുപോലെ തന്നെ അന്ധകരണം ശാന്തമാക്കി ചെയ്തു. സമാന വിഗ്രഹാൻ, ഇരിക്കുന്നതിനെ കുറിച്ച് പറയുക കായശിരോഗ്രീവം, ശരീരവും അതുപോലെ കഴുത്തും ശിരസ്സുമൊക്കെ കഴിയുന്നത്ര സ്ട്രെയിറ്റ് ആയിട്ട് നേരെയാക്കി വയ്ക്കണമെന്ന്, അങ്ങനെ ഇരിക്കാൻ കഴിയുന്നവരായി. പരേമലേ ബ്രഹ്മണി യോജിതാത്മനഃ. പരേ ബ്രഹ്മണി, പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ കാരണതത്വമാണ്. അപരബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം. അപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ കാരണമായിട്ടുള്ള ആധാര സത്യത്തെ, അക്ഷരതത്വത്തെ ചിന്തിക്കുന്നവരായി അവർ ഭവിച്ചു. അങ്ങനെ അതിൻ്റെ ഒരു പ്രസാദമായിട്ട് എന്താ സംഭവിച്ചത്? ഇവർക്ക് കൃത്യമായി മാർഗദർശനം നൽകാൻ സർവദാ യോഗ്യനായ ത്രിഭുവന ഗുരുവര്യൻ ശ്രീ നാരദര് അവിടെ എത്തിപ്പെട്ടു. സുരാസുരേഡ്യ, സർവസമാദരണീയനായ നാരദര് ദദൃശേ സ്മ, അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു, അവർ കണ്ടു. തമാഗതം ത ഉത്ഥായ പ്രണിപത്യാഭിനന്ദ്യ ച പൂജയിത്വാ യഥാദേശം സുഖാസീനമധാബ്രുവൻ. സമാഗതനായ ശ്രീ നാരദരെ യഥോചിതം സ്വീകരിച്ചിരുത്തിയ ശേഷം ആസനസ്ഥനായ പ്രഭുവിനോട്, ജഗദ്ഗുരുവിനോട് അവർ പറഞ്ഞു. എന്താ പറഞ്ഞത്?
പ്രചേതസഃ ഊചു സ്വാഗതം തേ സുരർഷേദ്യ ദിഷ്ട്യാനോ ദർശനം ഗതഃ തവ ചംക്രമണം ബ്രഹ്മൻ അഭയായ യഥാ രവേ. സൂര്യൻ എപ്രകാരമാണോ തമസ്സകറ്റി ഏവർക്കും നിർഭയത്വവും ആശ്വാസവും പ്രദാനം ചെയ്യുന്നത്, ഊർജ്ജസ്വലതയെ പ്രദാനം ചെയ്യുന്നത്, ഇതുപോലെയാണ് പ്രഭോ അവിടുത്തെ സഞ്ചാരം എന്ന് നാരദരെ പ്രകീർത്തിക്കുന്നു. ശ്രീ നാരദരെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ മനസ്സിൽ എന്തെങ്കിലും കുസൃതി ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ അത് അന്യായമാണ്, തിരുത്തപ്പെടേണ്ട നോട്ടക്കുറവാണ്. ശ്രീ നാരദര് സദ്ഗുരുവായി സമാദരിക്കപ്പെടേണ്ടുന്ന ഭഗവത് പ്രസാദമാണ്. ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായി പിറന്ന ശ്രീ നാരദര് ത്രിഭുവന സഞ്ചാരിയായിരിക്കുന്നത് കലഹം വിതയ്ക്കാനോ വിദ്വേഷം പകരാനോ അസൂയ പ്രചരിപ്പിക്കാനോ ഒന്നുമല്ല. അതൊക്കെ യാത്രക്കിടയിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പിറകിൽ ഗുരുവര കാരുണ്യമാണ്, സർവേശ്വരൻ്റെ അനുഗ്രഹാശിസ്സാണ്. ശ്രീ നാരദരുടെ യാത്രാ ഉദ്ദേശം എന്താണ്? എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഭക്തിയെ വളർത്തി പോഷിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. മഹാത്മാക്കളെ കുറിച്ച് പറയുമ്പോൾ വസന്തവത്ത് ലോകഹിതം ചരന്തഃ എന്ന പ്രയോഗമുണ്ടല്ലോ. അക്ഷരാർത്ഥത്തിൽ ശ്രീ നാരദ മഹർഷി അത് പാലിച്ചു വരുന്നു. ഭഗവാൻ തൻ്റെ വിഭൂതികളെ കുറിച്ച് പറയുന്ന സമയത്ത് ദേവർഷീണാം നാരദ എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് ശ്രീ നാരദരെ കുറിച്ച് ആദരവോടെ ഓർമ്മിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. സാധക ജനവൃന്ദം എപ്പോഴെപ്പോഴൊക്കെ സാധനാ വിഷയത്തിൽ സംശയത്തോടെ വർത്തിക്കുന്നുവോ, ആശങ്കയോടെ ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് വിഷമിക്കുന്നുവോ, അപ്പോഴൊക്കെ ഏതെങ്കിലും പ്രകാരത്തിൽ ശ്രീനാരദരെത്തിപ്പെട്ടിട്ടുണ്ടാവും. ഭാഗവതത്തിൽ അനവധി സന്ദർഭങ്ങളിൽ ശ്രീനാരദരുടെ സമാഗമം ശ്രദ്ധേയമായി പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ അച്ഛനെ, പ്രാചീന ബർഹിസിനെ ഉപദേശിച്ചതും ശ്രീനാരദരാണ്. പിത മക്കളുടെ കാര്യത്തിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഈ ശ്രീനാരദരെ കുറിച്ച് തവ ചംക്രമണം ബ്രഹ്മൻ, അവിടുത്തെ ഈ സഞ്ചാരമുണ്ടല്ലോ, അഭയായ, സംസാര സങ്കടങ്ങളിലാകെ പരിഭ്രമിച്ച് ഭയന്ന് ബുദ്ധിമുട്ടുന്നവർക്ക് അഭയം നൽകാനാണ് അങ്ങ് സഞ്ചരിക്കുന്നത്. മറ്റൊരു പ്രസ്താവന വിനോബ ഭവേ എന്ന ഭഗവത്ഗീത ആചാര്യൻ്റെ വകയായിട്ടുള്ളത് ശ്രദ്ധിച്ചിട്ടുള്ളത്, നാരദാദി ഋഷീശ്വരന്മാരുടെ സഞ്ചാരം ഭഗവത് വിഭൂതികളെ പ്രകാശിപ്പിക്കുവാനാകുന്നുവല്ലോ, അത് ദീപാരാധന പോലെയാണ് എന്നാണ്. ക്ഷേത്രത്തിൽ തൊഴാൻ ചെന്ന് നിൽക്കുന്ന സമയത്ത് ശ്രീകോവിലിനകത്തുള്ള വിഗ്രഹത്തെ വൃത്തിയായിട്ട് കാണാനുള്ള ഒരു സൗകര്യം നമുക്ക് എപ്പോഴാണ് ലഭിക്കുക? അത് ദീപാരാധന കാണിക്കുമ്പോഴാണ്. സഞ്ചരിക്കുന്ന ദീപാരാധകരാണ് മഹർഷീശ്വരന്മാർ. അവരുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ഭഗവാന്റെ മാഹാത്മ്യം പ്രകാശിതമാവുന്നു. അതുകൊണ്ട് അവർ നിത്യ ദീപാരാധന അർച്ചകരാണ് എന്ന് ആരാധിക്കാം. അപ്രകാരമുള്ള നാരദരെ ചൊല്ലി പറഞ്ഞു, സ്വാഗതം. ഭാഗ്യം കൊണ്ടാണ് ഞങ്ങൾ അങ്ങയെ കാണാൻ ഇടവന്നത്. ദിഷ്ട്യാ നഹ ദർശനം, അങ്ങയുടെ ദർശനം ഞങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് സംഭവിച്ചതാണ്. യഥാദിഷ്ടം ഭഗവത ശിവേന അധോക്ഷജേന ച തദ്ഗൃഹേഷു പ്രസക്താനാം പ്രായശക്ഷഭിതം പ്രഭോ. പ്രഭോ, ഞങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാക്ഷാൽ ഭഗവാൻ വിഷ്ണു ഞങ്ങളെ അനുഗ്രഹിച്ചു, അറിവ് തന്നിട്ട്. രുദ്രദേവൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ആ രണ്ട് അനുഗ്രഹങ്ങളും അനുഗ്രഹ പാഠങ്ങളും
അവരുപദേശിച്ച കാര്യങ്ങൾ ഞങ്ങൾ വിസ്മരിച്ചു പോയിരുന്നു. എന്താ വിസ്മരിക്കാൻ കാരണമായത്? തദ്ഗൃഹേഷു പ്രസക്താനാം, ഗാർഹസ്ഥ്യ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെട്ടപ്പോഴേ ഭഗവാന്മാരുടെ ഉപദേശം വിസ്മരിച്ചു പോയി. അങ്ങനെയുള്ള സമയത്ത് പ്രായശ ക്ഷപിതം പ്രഭോ, പൊതുവെ ഞങ്ങൾ മറന്നു. ഈ അവസ്ഥയിലാണ് അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടത്. വളരെ സന്തോഷമായി. ഇത് നമുക്കുള്ളൊരു താക്കീതാണ്. എന്താ താക്കീത്? ഗൃഹസ്ഥ ദൗത്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടതുണ്ട്, പക്ഷേ മാം അനുസ്മര യുദ്ധ്യച, എന്നെ ഓർത്തും കൊണ്ടടരാടണം. ജീവിത ദൗത്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് ഒരു യുദ്ധം പോലെ വേണമെന്നാണോ അർത്ഥമാക്കുന്നത്? യുദ്ധം എന്ന് പറയുന്നത് ഇവിടെ രാഗദ്വേഷാദികളോടുള്ള പോരാട്ടമാണ്. ജീവിതം എങ്ങനെയാണ് അനാവൃതമാവേണ്ടത്? ജീവിതം അനാവൃതമാവേണ്ടത് സങ്കുചിതമായ ഇഷ്ടാനിഷ്ടങ്ങളെ അതിക്രമിക്കും പ്രകാരമായിരിക്കണം. അതിനുള്ള ഉപായം എന്താണ്? എല്ലാം സർവേശ്വര സമർപ്പണമായിട്ട് ചെയ്യാം. അതുകൊണ്ട് എന്താ ഗുണം? ലഭിക്കുന്നതൊക്കെ പ്രസാദമായിട്ട് സ്വീകരിക്കാൻ കഴിയും. എന്താ പ്രസാദാത്മകതയെക്കുറിച്ച് ഭഗവത്ഗീത പറയുന്നത്? രാഗദ്വേഷ വിയുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവശ്യേർവിധേയാത്മാ പ്രസാദമധിഗച്ഛതി. രാഗദ്വേഷ വിയുക്തരായിട്ട് ലോകവ്യവഹാരം ചെയ്യുമ്പോൾ, കർമ്മങ്ങളിൽ ഏർപ്പെട്ടാൽ അതുകൊണ്ട് ചിത്തപ്രസാദം ഉറപ്പാവും എന്നാണ്. അപ്പം ഈശ്വരാരാധനയായിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്താൽ ഭഗവത് വിസ്മരണം ഉണ്ടാവില്ല. ഇവിടെ ഇപ്പം അങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടുള്ളതായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്, നമുക്ക് അങ്ങനെയുള്ള അപകടം വരരുത്. ഗൃഹസ്ഥ കാര്യങ്ങളിൽ മുഴുകിയതുകൊണ്ട് ഭഗവത് വിസ്മരണം അരുതേ. മാം അനുസ്മര യുദ്ധ്യച. ഭഗവത്ഗീത 8-ാം അധ്യായത്തിൽ മാം അനുസ്മര യുദ്ധ്യച എന്ന് പറയുന്നതിനോടൊപ്പം തസ്മാത് സർവേഷു കാലേഷു, എല്ലാ കാലത്തിലും എന്നും ചൂണ്ടിക്കാണിച്ചത് ഓർമ്മിക്കാം. തന്ന പ്രദ്യോതയാധ്യാത്മജ്ഞാനം തത്വാർത്ഥദർശനം യേനാഞ്ജസാ തരിഷ്യാമോ ദുസ്തരം ഭവസാഗരം. വളരെ സ്പഷ്ടമായിട്ട് ചോദിക്കുന്നു. ആര്? പ്രചേതസ്സുകൾ. ആരോട്? ജഗദ്ഗുരു ശ്രീ നാരദരോട്. എന്താ ആവശ്യം? തന്ന പ്രദ്യോതയാധ്യാത്മജ്ഞാനം, തത്വാർത്ഥത്തെ ദർശിപ്പിക്കുന്നതായ അധ്യാത്മജ്ഞാനത്തെ തത് നഹ, ഞങ്ങൾക്കായിക്കൊണ്ട് പ്രദ്യോതയ, പ്രകാശിപ്പിച്ചു തരണമേ പ്രഭോ എന്നതാണ് ഇവിടെ പ്രചേതസ്സുകൾ സാക്ഷാൽ നാരദർക്ക് മുന്നിൽ വയ്ക്കുന്ന പ്രാർത്ഥന. സദ്ഗുരുക്കന്മാരെ സവിധത്തിൽ ലഭിക്കുമ്പോൾ സത്സംഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ സമുചിതമായ ചോദ്യം ചോദിക്കുക എന്നതാണ് അർത്ഥം. അങ്ങനെ നമ്മൾ ഉത്സാഹിച്ചാൽ അവരുടെ വാക്പ്രസാദം അനുഗ്രഹമായിട്ട് ചൊരിയപ്പെടും. മൈത്രേയ ഉവാച. തത്വാർത്ഥത്തെ ദർശിപ്പിക്കുന്ന ഉപദേശത്തെ സംബന്ധിച്ചുള്ള വിശേഷണം ശ്രദ്ധേയമാണ്. ഏന ദുസ്തരം ഭവസാഗരം അഞ്ജസാ തരിഷ്യാമഃ. ഏതൊരു ആത്മദർശനം കൊണ്ട്, തത്വാർത്ഥം കൊണ്ട് ഞങ്ങൾ ഈ സംസാരസാഗരത്തെ തരണം ചെയ്യുമോ, അതിനെ ഉപദേശിച്ചു തന്നാലും എന്ന് താല്പര്യപ്പെട്ടു. മൈത്രേയ ഉവാച. ഓർമ്മിക്കണം, മൈത്രേയരും വിതുരരും തമ്മിൽ നടക്കുന്ന സംവാദത്തിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീ നാരദരുടെ ഉപദേശം നമുക്ക് ലഭ്യമാവുന്നത്. അതുകൊണ്ട് മൈത്രേയ മഹർഷിക്കും പ്രണാമം. ഇതി പ്രചേതസാം പൃഷ്ടോ ഭഗവൻ നാരദോ മുനിഃ ഭഗവത്യുത്തമ ശ്ലോക ആവിഷ്ടാത്മാ ബ്രവീത് നൃപാൻ. നൃപന്മാരോട് 10 പേരോട് ശ്രീ നാരദ മഹർഷി പറയാൻ ആരംഭിച്ചു. എങ്ങനെയാ പറയാൻ ആരംഭിക്കുന്നത്? ഭഗവത്യുത്തമ ശ്ലോക ആവിഷ്ടാത്മാ.
എന്നും ശ്രീനാരദര് ഉത്തമ ശ്ലോകനായ ഭഗവാന്റെ ചരിതങ്ങളിൽ ആമഗ്നനാണ്. ഉപ്പിലിട്ടപ്പെട്ടതുപോലെ എന്നൊക്കെ പറയില്ലേ, ഉപ്പിലിട്ടതുപോലെ എന്നും നാരദർ ഈ ഭഗവത് തത്വചിന്തനത്തിൽ ആവിഷ്ടചേതസാണ്. ആ ഒരു ഭാവത്തിലാണ് പറയാൻ ആരംഭിച്ചത്. ശ്രീനാരദ ഉവാച, നാരദര് പറയുന്നു. നാരദര് പറയുന്നു എന്നുള്ളത് ഉപചാരപൂർവം പറയുന്നു എന്നേ ഉള്ളൂ. നാരദരല്ല പറയുന്നത് എന്ന് പറയാം. ബ്രഹ്മാവിഷ്ട ചേതസ് സംസാരിക്കുന്നതൊക്കെ ആ സർവേശ്വര ഭാഷിതം തന്നെയായിരിക്കും. ഒരിക്കൽ കണ്ണൂരിൽ വെച്ച് പൂജ്യ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജിയുടെ പ്രഭാഷണം നടക്കുമ്പോൾ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കും, കൃഷ്ണ സേസ്, കൃഷ്ണ സാഡ് എന്നിങ്ങനെയൊക്കെ സംഭാഷണ മധ്യേ കോട്ട് ചെയ്യുന്നത് പോലെ, വ്യാഖ്യാനിക്കുന്നത് പോലെ. അതിനിടയ്ക്ക് ഒരു ശ്രോതാവിന് തീരെ സഹിച്ചില്ല. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് വളരെ ഉച്ചത്തിൽ, "We don't want to listen what Krishna said. We want to listen what you want to say." ഗുരു അങ്ങേക്ക് എന്താ പറയാനുള്ളത് അത് പറയും, അല്ലാതെ കൃഷ്ണൻ പറഞ്ഞു രാമൻ പറഞ്ഞു അതൊന്നും അല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജിയുടെ ഇമ്മീഡിയറ്റ് റിപ്ലൈ, ഉടനെയുള്ള മറുപടി, "So sorry, I don't have anything to say." എനിക്കൊന്നും പറയാനില്ല. ഞാൻ പറയുന്നതൊക്കെയോ കൃഷ്ണഭാഷിതം. എൻ്റെ റോള് എന്ന് പറയുന്നത് മൈക്കിൻ്റെതാണ്. ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജിയുടെ ഭാഷ. വാട്ട് ഹി ഓൾറെഡി സെഡ് ഐ ജസ്റ്റ് റിപ്പീറ്റ്. ഭഗവാൻ പറഞ്ഞത് ആവർത്തിക്കുക മാത്രം ചെയ്യുന്നു. ശ്രീനാരദ ഉവാച, നാരദര് പറഞ്ഞു, ഇതി പ്രചേതസാം പൃഷ്ടോ ഭഗവന്നാരദോ മുനിഃ ഭഗവത്യുത്തമ ശ്ലോക ആവിഷ്ടാത്മാ അബ്രവീത് നൃപാൻ. നാരദ ഉവാച, തജ്ജന്മതാനി കർമാണി തദായുസ്തന്മനോവചഃ നൃണാം യേനേഹ വിശ്വാത്മാ സേവ്യേത ഹരിരീശ്വരഃ. ജന്മകർമാദികളെ സംബന്ധിച്ച് ജന്മം, ചിന്ത, ജ്ഞാനം, ആശ, വാക്ക്, പ്രവൃത്തി, ഈ വിഷയങ്ങളിലൊക്കെ ചോദ്യം ഇതാണ്, സർവേശ്വര സമർപ്പണമാക്കിയിട്ടുണ്ടോ? ജന്മത്തെ സർവേശ്വര നൈവേദ്യമാക്കണമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അറിവിനെ, സങ്കല്പങ്ങളെ, ആശകളെ, വാക്കുകളെ, ക്രിയകളെ ഒക്കെ ഈശ്വരാർപ്പണമാക്കുക. അത് ചെയ്തിട്ടില്ലെങ്കിൽ വ്യർത്ഥമാണ് എന്നാണ് നാരദർ ഓർമ്മിപ്പിക്കുന്നത്. ഇതാണ് പരമ ഉപദേശം. ഭഗവാൻ ഗീതയിൽ വളരെ വ്യക്തമായിട്ട് അർജുനനോട് പറയുന്നിടത്ത് ഇത് ആവർത്തിക്കുന്നത് കാണാം. യത്കരോഷി യദശ്നാസി യജ്ജുഹോഷി തദവസി യത് യത്തപസ്യസി കൗന്തേയ തത്കുരുഷ്വ മദർപ്പണം. എല്ലാം എനിക്ക് അർപ്പണമായിട്ട് ചെയ്യൂ. മത്കർമ്മകൃത് മത്പരമഃ മദ്യാജി മാം നമസ്കുരു. എനിക്ക് വേണ്ടി യാഗം ചെയ്യുന്നവനാകൂ, എൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നവനാകൂ, എന്നെ പരമലക്ഷ്യമായിട്ട് സ്വീകരിക്കൂ. വിശ്വാത്മാവായ ഹരിയെ, ഹരി ആരാണ്? വിശ്വാത്മാവാണ്. ആ വിശ്വാത്മാവായ ഹരിയെ ജന്മകർമ്മം കൊണ്ട്, ആയുസ്സുകൊണ്ട്, മനസ്സുകൊണ്ട്, വചസ്സുകൊണ്ട് സേവിച്ചാൽ സഫലം, ഇല്ലെങ്കിലോ വിഫലം. അക്കാര്യമാണ് തുടർന്ന് നാരദര് ഉപദേശിക്കുന്നത്. കിം ജന്മഭിസ്ത്രിഭിർവേഹ ശൗക്ല സാവിത്രയാജ്ഞികൈഃ കർമ്മഭിർവാ ത്രയീ പ്രോക്തൈഃ പുംസോപി വിബുധായുഷ. കിം ജന്മഭിസ്ത്രിഭിഃ. ഇവിടെ 3 ജന്മം.
അനുഗ്രഹീത ജന്മമാണ്. എന്തൊക്കെയാ പ്രത്യേകത? ജന്മം ത്രിവിധം, 3 വിധത്തിൽ ജന്മമുണ്ടെന്ന്. ഉത്കൃഷ്ട കുലത്തിൽ ജനിച്ചു, മാതാപിതാക്കളൊക്കെ വളരെ ശ്രേഷ്ഠരാണ്, അപ്പം അങ്ങനെ ഒരു കുലത്തിൽ ജനിച്ചു, അതൊരു അനുഗ്രഹമാണ്. രണ്ടാമത് അതിനെയാണ് ശൗക്ലം എന്ന് പറയുക, ശുദ്ധ ജന്മം, ശുദ്ധ കുലത്തിൽ ജനിച്ചു. അടുത്തത് ഗായത്രി മന്ത്രോപദിഷ്ടമായി എന്ന് വിചാരിക്കുക, അത് അനുഗ്രഹീതമായ ജന്മം തന്നെ, രണ്ടാമത്തെ ജന്മം. സാവിത്രം, യാഗാദികളൊക്കെ അനുസരിക്കാനുള്ള പ്രേരണയുണ്ടാവുന്നു, അനുസരിക്കുന്നു എന്ന് വന്നാൽ അത് യാജ്ഞികം. ഇങ്ങനെ അനുഗ്രഹീതമായ ജന്മങ്ങളാവട്ടെ ത്രയീപ്രോക്ത കർമ്മ നിർവഹണം, വേദത്രയത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള കർമ്മങ്ങളെയൊക്കെ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. വിബുധായുഷ, ദേവന്മാരുടെ ആയുസ്, അമർത്യത, ദീർഘായുഷ്മത്വം ഇതുണ്ടായി എന്ന് വിചാരിക്കുക. പക്ഷേ ഹരിഭജനമില്ലെങ്കിൽ ഇതൊക്കെ വേസ്റ്റ്. കേമായിട്ടുള്ള ജന്മം ഉണ്ടായി, ഉവ്വ്, ഹരിഭജനം ഉണ്ടോ? ഇല്ല, ആ കണക്ക് തന്നെ. ഇതാണ് ഇവിടുത്തെ ഒരു മാത്തമാറ്റിക്സ്. കണക്കാക്കപ്പെടണമോ, ജന്മം അക്കൗണ്ടബിൾ ആവണമോ, ഹരിഭജനം വേണം. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലാച്ചാലും ശരി, സകരുണം. ഭഗവാൻ ഭഗവത്ഗീതയിൽ 9-ാം അധ്യായത്തിൽ പറയുന്നു, അപിചേത് സുദുരാചാരഃ ഭജതേ മാം അനന്യഭാക് സാധുരേവ സമന്തവ്യഃ സമ്യക് വ്യവസിതോ ഹി സഹ. എത്രമേൽ ദുരാചാരിയാവട്ടെ, വീണ്ടും ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി, ദി വൺ ഹൂ ടുക്ക് ഡോക്ടറേറ്റ് ഇൻ വൾഗാരിറ്റി, വേണ്ടാധീനങ്ങളുടെ കാര്യത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ആളായിക്കോട്ടെ, പക്ഷേ ഭഗവാനിലേക്ക് ശ്രദ്ധ തിരിഞ്ഞു എന്ന് വന്നാൽ സാധുരേവ സമന്തവ്യഃ, സാധുവായി ആ ആളെ, വ്യക്തിയെ ഗണിച്ചു കൊള്ളണം. അയാള് ഇതുവരെ ചെയ്ത പാപകർമ്മങ്ങളെക്കുറിച്ച് ഭഗവാൻ ഗൗനിക്കുന്നില്ല. ഇപ്പൊ സത്കുല ജാതനാണോ എന്നതല്ല വിഷയം, സത്കർമ്മങ്ങൾ ചെയ്യുന്നവനാണോ എന്നതല്ല വിഷയം. പിന്നെയോ ഹരിഭജനമുണ്ടോ? ഇല്ല അച്ഛാ, ഇതൊക്കെ വേസ്റ്റ്. നല്ല കുലത്തിൽ ജനിക്കാൻ ഇട വന്നില്ല, കുഴപ്പമില്ല, ഹരിഭജനം ഉണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിച്ചോളും. ഇതാണ് ശ്രീനാരദർ അറിയിക്കുന്നത്. ഈ വിഷയം ശങ്കര ഭഗവത്പാദർ ഗുരു അഷ്ടകത്തിൽ വിസ്തരിച്ചിട്ടുള്ളതും അറിയുന്നവർക്ക് അനുസ്മരിക്കാവുന്നതാണ്. അവിടെ ആവർത്തിക്കുന്ന ഒരു ഈരടി, തതക്കിം 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 തതക്കിം. ഇത് നമ്മുടെ ഒരു ഹൃദയ താളം പോലെ മിടിക്കണം ഉള്ളില്. എല്ലാം ഉണ്ട്, പക്ഷേ ഗുരോരംഘ്രിപത്മേ മനശ്ചേന്നലഗ്നം. ഗുരോഹോ അംഘ്രിപത്മേ മനഃ നലഗ്നം ചേത്. ഗുരുവിൻ്റെ പാദപത്മത്തിൽ മനസ്സ് അഭിരമിക്കുന്നില്ല എങ്കിൽ തതക്കും, പിന്നെ ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? വിദേശേഷു മാന്യ സ്വദേശേഷു ധന്യ സദാചാരവൃത്തേഷു മത്തോന ചാന്യ. പക്ഷേ ഗുരുരംഘ്രിപത്മേന മനഃ ന ലഗ്നഃ ചെയ്ത് വേസ്റ്റ്. ഓർമ്മിക്കാം നമുക്ക്. വീണ്ടും നാരദർ തുടരുന്നു, ശ്രുതേന തപസാ വാക്യം വചോഭിശ്ചിത്തവൃത്തിഭിഃ ബുദ്ധ്യാ വാക്യം നിപുണയാ ബലേനേന്ദ്രിയരാധസാ. ഹരിഭക്തവിഹീനന് തതക്കിം. ഹരിഭക്തവിഹീനന് ഈ പറഞ്ഞതൊക്കെ ഉണ്ടായിട്ടും എന്ത് കാര്യം? ശ്രവണം നടന്നിട്ടുണ്ട്, നടക്കുന്നുണ്ട്. അതുപോലെ ചന്ദ്രന്റെ വൃദ്ധിക്ഷയം അനുസരിച്ചുള്ള ആഹാര വിഷയങ്ങളിലുള്ള നിയന്ത്രണം, തപസ്, അത് നടക്കുന്നുണ്ട്. വചോ ചിത്തവൃത്തി, വാഗ് നിയന്ത്രണം, മനോവൃത്തികളുടെ നിയന്ത്രണം, ഇതൊക്കെ സാധിച്ചിട്ടുണ്ട്, ഒക്കെ ശരിയാ. പക്ഷെ ഫോർ വാട്ട്?
എന്തിനു വേണ്ടി ഈ വക തപസ്സും മറ്റ് സംയമനങ്ങളുമൊക്കെ ഉപയോഗിക്കുന്നു? അത് ഹരിഭജനത്തിനല്ലെങ്കിൽ വെറുതെയാണ്. ഹിരണ്യകശിപു എന്താ തപസ് ചെയ്തിട്ടില്ലേ? ആ ലൈനിലൊന്ന് ആലോചിച്ച് നോക്കൂ. ദക്ഷൻ ചെയ്തിട്ടുള്ള യാഗകർമ്മത്തെ കുറിച്ച് എന്ത് പറയാൻ? പക്ഷേ ഹരിവിദ്വേഷമായി പോയി, ശിവവിദ്വേഷമായി പോയി, ഹരവിദ്വേഷമായി പോയി. വേസ്റ്റ്. ബുദ്ധിയാവാക്യം നിപുണയ, വലിയ ബുദ്ധി സാമർഥ്യമൊക്കെ ഉണ്ട് എന്ന് പറയുക. എന്നിട്ട് എന്താ കാര്യം? രാക്ഷസ ബുദ്ധിയാണ് എന്ന് പറയുക. ഈശ്വരാർപ്പിതമായി ചിന്തിക്കാൻ സാമർഥ്യം ലഭിക്കുന്നില്ലെങ്കിൽ ഈ ലോകത്തെക്കുറിച്ച് ചോദിക്കുക. ഈ ലോകത്തിനൊരു ഈശ്വരനുണ്ടോ ഞാൻ ചോദിച്ചു പോവുകയാണ്. അല്ല, അങ്ങയുടെ അഭിപ്രായം എന്താ? ഇല്ല, ആവശ്യമില്ല. അസത്യമപ്രതിഷ്ഠം തേ ജഗദാഹുരനീശ്വരം അപരസ്പര സംഭൂതം കിമന്യത് കാമഹൈതുകം. കാമചേഷ്ടിതങ്ങളല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ പിറകിൽ ഒരു ഈശ്വരനോ കാരുണ്യമോ ഒന്നുമില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ, അവർക്ക് ബുദ്ധി സൂക്ഷ്മതയുണ്ട്, പല കാര്യങ്ങളും അന്വേഷിച്ച് ഗവേഷണം ചെയ്തൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നു. പക്ഷെ വാട്ട് ഈസ് ദി യൂസ്? ഹരിഭജനമില്ലെങ്കിൽ ഇതൊക്കെ വൃഥാവിലാകുന്നു. വീണ്ടും 9-ാം അധ്യായത്തിൽ ഭഗവാൻ മോഘാശ മോഘകർമാണഃ മോഘജ്ഞാന വിചേതസഃ, വ്യർത്ഥമായ ആശ, വ്യർത്ഥമായ കർമ്മം, വ്യർത്ഥമായ ജ്ഞാനം. എന്താ കാരണം? രാക്ഷസീം ആസുരീം പ്രകൃതിയും, രാക്ഷസ ആസുര പ്രകൃതികളാണ് അവരെ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് എന്താ സന്ദേശം? മാം അനുസ്മര സർവേഷു കാലേഷു, എല്ലാ കാലത്തിലും ഹരിസ്മരണ ഉറപ്പാക്കൂ. കിം വാ യോഗേന സാംഖ്യേന ന്യാസസ്വാധ്യായയോരപി കിം വാ ശ്രേയോഭിരസ്യൈശ്ച നയത്രാത്മാ ആത്മപ്രദോ ഹരിഹി. വീണ്ടും കിം വാ യോഗേന സാംഖ്യേന, യോഗം കൊണ്ടെന്ത് കാര്യം, സാംഖ്യം കൊണ്ടെന്ത് കാര്യം, ന്യാസ, സന്യാസം പോലും ചെയ്തു എന്ന് വിചാരിക്കുക. എന്താ കാര്യം? ഹരിഭജനമില്ലാച്ചാൽ ഞാൻ വലിയ ത്യാഗിയാണ് എന്നുള്ള അഭിമാനമാണ് ജൃംഭിതമായി നിൽക്കുന്നതെങ്കിൽ കാര്യമില്ല. അന്വേഷിച്ച ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ, ഇവയൊക്കെ പ്രത്യക്ഷത്തിൽ ശ്രേയപ്രദായകങ്ങളാണ്. പക്ഷേ ഹരിഭജനമില്ലെങ്കിൽ വൃഥാവിലാണ്. നയത്ര ആത്മപ്രദോ ഹരിഹി. ഭക്തജനത്തിന് തന്നെ തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് ഹരി. കഠോപനിഷത്തിൽ പറയും, യമേ വേഷ വൃണുതേ തേന ലഭ്യഃ തസ്യേഷ ആത്മാ വിവൃണുതേ തനും സ്വാം. ആര് സർവേശ്വരനെ മാത്രം വരിക്കാൻ തയ്യാറാകുന്നുവോ അവർക്ക് സ്വാത്മവൈഭവത്തെ അനാവരണം ചെയ്തു കൊടുക്കുന്നു. ഭഗവാൻ ആത്മപ്രദനാണ്. ആ ആത്മപ്രദാവായ ഹരിയെ വന്ദിക്കാതെ ഭജിക്കാതെ എത്ര ശ്രേയസ്കരമായ സാധനകൾ അനുഷ്ഠിച്ചിട്ടും കാര്യമില്ല. ശ്രേയസാമപി സർവേഷാം ആത്മാഹ്യവധിരർത്ഥതഃ സർവേഷാമപി ഭൂതാനാം ഹരിരാത്മന പ്രിയഃ. നാരദര് വളരെ സ്പഷ്ടമായി നൽകിയിട്ടുള്ള ഉപദേശരത്നങ്ങളാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഗംഭീരമായ ഈ ഒരു സൂചന നോക്കൂ. ശ്രേയസാമപി സർവേഷാം ആത്മാഹ്യവധിരർത്ഥതഃ. ശ്രേയസ്കരങ്ങളായിട്ടുള്ള സകല അനുഷ്ഠാനങ്ങളുടെയും സാധനകളുടെയും ശ്രവണ മനനാദികളുടെയും ഒക്കെ ലക്ഷ്യം എന്താണെന്ന് ചോദിക്കുക. ആത്മാവാണ് അതിൻ്റെ അവധി, ആത്മസാക്ഷാത്കാരമാണ്. സർവേഷാമപി ഭൂതാനാം ഹരിഹി ആത്മാ ആത്മനപ്രിയ.
എല്ലാവർക്കും ഏറ്റവും പ്രിയങ്കരമായ തത്വം എന്താണെന്ന് ചോദിക്കുക. അത് ആത്മതത്വമാകുന്നു. ശരിക്കും ഒരു ഉപനിഷത്ത് മന്ത്രം തന്നെയുണ്ട്, ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി. ഓരോന്നും നമുക്ക് പ്രിയങ്കരമായിരിക്കുന്നത് എന്തുകൊണ്ട്? അത് നമുക്ക് ഉപകാരമാവുന്നത് കൊണ്ട്. അവിടെ പറയുന്നു, അച്ഛൻ തനിക്ക് പ്രിയങ്കരനല്ലെങ്കിൽ അച്ഛനല്ല. മകൻ തനിക്ക് ഉപദ്രവമാണെന്ന് വന്നാൽ അച്ഛൻ ആ മകനെ തള്ളാൻ തയ്യാറാവുന്നു. എല്ലാവർക്കും ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത് ആത്മതത്വമാണ്. ശ്രീനാരദര് പറയാണ്, ആ ആത്മതത്വം ആരാണ്? ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. സകല ശരീരങ്ങളാകുന്ന ക്ഷേത്രങ്ങളിലും ക്ഷേത്രജ്ഞനായി പരിലസിക്കുന്ന പ്രഭു ഞാനാണെന്ന് ഭഗവാൻ 13-ാം അധ്യായത്തിൽ, 5-ാം അധ്യായത്തിലും ഭഗവത്ഗീത 5-ാം അധ്യായത്തിൽ ഭോക്താരം യജ്ഞ തപസാം സർവലോകമഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിമൃച്ഛതി. സകല യജ്ഞങ്ങളുടെയും കർമ്മങ്ങളുടെയും ഭോക്താവായി, തപസ്സുകളുടെ ഭോക്താവായി, സർവലോക മഹേശ്വരനായി വാഴുന്ന പ്രഭു സുഹൃത്താണ്, ഉള്ളിൽ വസിക്കും. അറിഞ്ഞാൽ എന്താ ഗുണം? ശാശ്വത ശാന്തി. ശ്രേയസാധനകളുടെ മുഴുവൻ ലക്ഷ്യം ആത്മാനന്ദമാണ്. ഇത് അലഭ്യമാണെന്ന് വന്നാൽ പിന്നെ അനുഷ്ഠാനങ്ങൾ കൊണ്ടൊന്നും കാര്യമില്ല. ആത്മാവാണ് എല്ലാവരുടെയും സാധനകളുടെ ലക്ഷ്യം. ഈവൻ വേണ്ടാധീനങ്ങൾ ചെയ്യുന്നവർ, മദ്യപൻ മദ്യപിക്കാൻ പോകുന്നത്, ഒരു ബലാത്സംഗി അതിനുവേണ്ടി ഉദ്യമിക്കുന്നത്, കൊലപാതകി അതിന് ശ്രമിക്കുന്നത് പോലും ഭഗവാന്റെ നിരീക്ഷണത്തിൽ മമ വർത്തമാനുവർത്തന്തേ മനുഷ്യാ പാർത്ഥ സർവശഃ. അടിസ്ഥാനപരമായി സർവേശ്വരനെ തേടൽ തന്നെയാണ്. വ്യഭിചരിച്ചു പോയിന്നേ ഉള്ളൂ, വഴിതെറ്റിപ്പോയിന്നേ ഉള്ളൂ. ലക്ഷ്യം ഇത് തന്നെയാണ്. അതുകൊണ്ട് ആ ഹരി ഭജനത്തിന് മുതിരണം. തസ്മാ സർവേഷു കാലേഷു മാമനുസ്മര യുധ്യച. യഥാ തരോർമൂലനിഷേചനേന തൃപ്യന്തി തത്സ്കന്ധ ഭുജോപശാഖാഃ പ്രാണോപഹാച്ച യഥേന്ദ്രിയാണാം തഥൈവ സർവാർഹണമച്യുതേജ്യ. സ്പഷ്ടമായി വീണ്ടും നാരദര് ഉപദേശിക്കുന്നു, ദൃഷ്ടാന്ത സഹിതം. എന്താ ഇവിടെ ദൃഷ്ടാന്തം, ഉദാഹരണം, എക്സാമ്പിൾ? ഇവിടെ നൽകിയിട്ടുള്ള എക്സാമ്പിൾ ഇതാണ്. യഥാ എപ്രകാരമാണോ, തരോഹോ മൂല നിഷേചനേന, തരുവിൻ്റെ വേരിൽ, വൃക്ഷത്തിൻ്റെ വേരിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഒബ്വിയസ്ലി അതിൻ്റെ ശാഖകൾക്കും അതുപോലെ കൊമ്പുകൾക്കും ഇലകൾക്കും ഒക്കെ ആ ജലസേചനത്തിൻ്റെ ഗുണമുണ്ടാവുന്നു. ഇപ്പൊ വൃക്ഷത്തിൻ്റെ വേരിൽ വെള്ളം ഒഴിച്ചാൽ എപ്രകാരമാണോ ശാഖകൾക്കൊക്കെ ലഭ്യമാകുന്നത്, തായ്തടിക്ക് ലഭ്യമാകുന്നത്, ശാഖകൾക്ക് ലഭ്യമാകുന്നത്, അതുപോലെ യഥാ തരോഹോ മൂലനിഷേചനേന തൃപ്യന്തി തത്സ്കന്ധ ഭുജോപശാഖ. മറ്റൊരു ഉദാഹരണം കേട്ടോളൂ. പ്രാണോപഹതാച്ച, പ്രാണൻ തൃപ്തിപ്പെടുമ്പോൾ ഇന്ദ്രിയങ്ങൾക്കൊക്കെ തൃപ്തി ഉണ്ടാവുന്നത് പോലെ, ഇതുപോലെയാണ് സർവാർഹണം അച്യുതേജ്യ. അച്യുതന് ചെയ്യുന്ന അനുഷ്ഠാനങ്ങളെ കൊണ്ട്, യാഗാദികളെ കൊണ്ട് എല്ലാ ദേവതകളും തൃപ്തരാവും. രാജസൂയ യാഗത്തിൻ്റെ ഭാഗമായി നിർവഹിക്കപ്പെടേണ്ടുന്ന അഗ്രേസരനെ
ഏറ്റവും ശ്രേഷ്ഠനായ ഒരു മഹാത്മാവിനെ മുഖ്യപീഠത്തിലിരുത്തി പൂജിക്കേണ്ട ഒരു കൃത്യമുണ്ട്. യാഗത്തിൻ്റെ ഭാഗമായിട്ട് ആര് വേണമെന്നുള്ള ചർച്ച, ഈ വിഷയത്തിൽ നിശ്ചയം പറയാൻ ഉത്തരവാദിപ്പെട്ട സഹദേവൻ കൃത്യമായിട്ട് പറയുന്നു, സർവദേവദേവാത്മാവായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെയാണ് അഗ്രാസനത്തിലിരുത്തി പൂജിക്കേണ്ടത്. ശിശുപാലാദികൾക്ക് ഇഷ്ടാവില്ല. പക്ഷെ അതല്ലല്ലോ കാര്യം, ചെയ്യേണ്ടതല്ലേ ചെയ്യേണ്ടത്. ഇതുപോലെ ചിലപ്പോൾ നമ്മുടെ രാഗദ്വേഷാദികളും വാസനകളും ഒക്കെ എതിര് നിൽക്കുമായിരിക്കും. പക്ഷേ ആ അച്യുതനെ തന്നെ വേണം പൂജിക്കാൻ. സർവേജ്യ, എല്ലാ പ്രകാരത്തിലുള്ള ആരാധനാനുഷ്ഠാനങ്ങളും സർവേശ്വരനിൽ. ഇന്ദ്രിയാദികളിൽ അന്നലേപനാദികൾ നൽകുന്നതുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് തൃപ്തി ഉണ്ടാവില്ല. കണ്ണിൽ കൊണ്ടുപോയിട്ട് ഭക്ഷണവും പാനീയങ്ങളൊക്കെ തേച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവുകയുള്ളൂ എന്ന് വ്യാഖ്യാതാക്കൾ ചൂണ്ടിക്കാണിക്കും. അതല്ലല്ലോ, പ്രാണങ്ങൾക്കാണ് തൃപ്തി നൽകേണ്ടത്. അപ്പം ഇന്ദ്രിയങ്ങൾക്ക് തൃപ്തി ഉണ്ടാവും. യഥൈവ സൂര്യാത് പ്രഭവന്തി വാരഃ പുനശ്ച തസ്മിൻ പ്രഭവന്തി കാലേ ഭൂതാനി ഭൂമൗ സ്ഥിരജംഗമാനി തഥാ ഹരേവേവ ഗുണപ്രവാഹഃ. ഹരൗ ഏവ, ഹരിയിൽ നിന്നാണ് എല്ലാം സംഭവിച്ചത്. ഹരി മൂലകാരണം. വീണ്ടും ദൃഷ്ടാന്തം വെച്ച് നാരദർ പറഞ്ഞു തരികയാണ്. എന്താ ദൃഷ്ടാന്തം? യഥൈവ സൂര്യാത് പ്രഭവന്തി വാരഃ. വർഷം എങ്ങനെയാണോ സൂര്യനിൽ നിന്ന് സംഭവിക്കുന്നത്? വർഷകാലത്ത് മഴ പെയ്യുന്നില്ലേ? സൂര്യാനുഗ്രഹമാണ്. കാരണം എന്താണ്? സൂര്യൻ എന്ത് ചെയ്യുന്നു? പുനശ്ച തസ്മിൻ പ്രഭവന്തി കാലേ, ഗ്രീഷ്മകാലത്തിൽ വെള്ളത്തെ മുഴുവൻ സൂര്യൻ സ്വീകരിക്കുന്നു. വീണ്ടും 9-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, തപാമ്യഹമഹം വർഷം നിഗൃഹാമി ഉത്സൃജാമി ച. ഗ്രീഷ്മകാലത്തിൽ ഞാൻ വെള്ളത്തെ മുഴുവൻ നിഗൃഹാമി, വർഷകാലം വന്നാലോ ഉത്സൃജാമി. ഇതിന് സൂര്യനാണ് നേതൃത്വം വഹിക്കുന്നത്. കൊണ്ട് ആ ഒരു ഉദാഹരണം മനസ്സിലാവുമല്ലോ വെച്ചിട്ട് പറയാണ്. എപ്രകാരമാണോ സൂര്യൻ വാരിയെ മാരിയെ പെയ്യിക്കുന്നത്, സ്വീകരിക്കുന്നത്, കാലക്രമത്തിൽ അത് സൂര്യനിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു എന്ന് പറയുക. പെയ്ത മഴയൊക്കെ സൂര്യനിലേക്ക് പോകുന്നു. ഇതുപോലെ സ്ഥിരജംഗമാനി ഭൂതാനി, സ്ഥിരജംഗമങ്ങളായിട്ടുള്ള ഭൂതജാലങ്ങളൊക്കെ, ചലിക്കുന്നവയും അല്ലാത്തവയുമൊക്കെ പൃഥ്വിയിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് എങ്ങനെയാണോ സംഭവിക്കുന്നത്, ഇതൊക്കെ നമുക്ക് കാഴ്ചയിൽ ബോധ്യപ്പെടുന്ന വസ്തുതയാണ്. അതിൻ്റെ യുക്തിയൊന്നും ആലോചിച്ച് സമയം കളയരുതേ. ഊഷരമായി കിടക്കുന്ന ഭൂമിയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓഷധയ സംഭവന്തി, പൃഥിവ്യാം ഓഷധയ, ഭൂമിയിൽ നിന്ന് ഓഷധികളൊക്കെ എങ്ങനെ സംഭവിക്കുന്നില്ലേ? ഇതുപോലെ ഹരിയിൽ നിന്ന് സംഭവിച്ചതാണ് ഈ പ്രപഞ്ചം. അതുകൊണ്ട് പ്രപഞ്ച സങ്കട പരിഹരണാർത്ഥം ഹരിഭജനം, ഇതാണ് സന്ദേശം. ഒക്കെ സംഭവിച്ചത് അവിടുത്തെ വൈഭവത്തിൽ നിന്നല്ലേ, അതുകൊണ്ട് പരിഹാരം അവിടുത്തെ ആശ്രയിക്കലാവുന്നു. ഇതാണ് സന്ദേശം. ഏതത് പദം തജ്ജഗദാത്മനഃ പരം സകൃദ്വിഭാതം സവിതുർയഥാ പ്രഭ യഥാ സവോ ജാഗ്രതി സുപ്തശക്തയ ദ്രവ്യക്രിയാജ്ഞാനാഭിധാം ഭ്രമാത്യയം. ഇതൊക്കെ ഒരു ഭ്രമമാണ്. എപ്രകാരമാണോ സവിതുഹു യഥാ പ്രഭ, സൂര്യനിൽ നിന്ന് പ്രഭ പ്രസരിക്കുന്നു, ജാഗ്രത് സ്വപ്ന സുഷുപ്തി അവസ്ഥകളൊക്കെ എപ്രകാരം ഇന്ദ്രിയങ്ങൾക്ക് അനുഭവപ്പെടുന്നുവോ, ദ്രവ്യം, ക്രിയ, ജ്ഞാനം ഇത്യാദി ഭേദങ്ങളൊക്കെ ഇതുപോലെ വിഷ്ണുവിൽ നിന്ന് സംഭവിക്കുന്നതാണ്, ഹരിയിൽ നിന്ന് സംഭവിക്കുന്നതാണ്. ഇല്ലാതമായയിടുമുല്ലാസമൊന്നുമറിവല്ലാതെയില്ലനിലനും
കല്ലാഴിയും കനലുമല്ലാതെ ശൂന്യമതുമെല്ലാം ഒരാദി അറിവാം. എല്ലാം ഒരാദി അറിവാണ്. ആ ജ്ഞാനസാഗരത്തിൽ നിന്ന് സംഭവിച്ച തിരമാലകളാണ് ഈ പ്രപഞ്ച വൈവിധ്യമൊക്കെ. ഇതൊക്കെ തോന്നലാണ്. ഈ തോന്നലിന് കാരണമാകട്ടെ മായ. ആ മായ ഉള്ളതാണോ? മായയും ഇല്ലാത്തതാണ്. ഇല്ലാതെ മായയിടും ഉല്ലാസം. ഇല്ലാത്ത മായ ഉണ്ടാക്കുന്ന തോന്നലാണ് ഈ കാണായതൊക്കെ. അതുകൊണ്ട് എന്താ സന്ദേശം? ഹരിഭജനം. ആ പ്രഭുവിൻ്റെ പരംധാമത്തെ ആശ്രയിക്കുക. പഞ്ചതന്മാത്രകളും ഭൂതങ്ങളുമാകുന്ന ദ്രവ്യമാകട്ടെ, ക്രിയാരൂപം ഇന്ദ്രിയാദികളാവട്ടെ, അതുപോലെ തന്നെ അവയുടെ അധിഷ്ഠാന ദേവതകളാകട്ടെ ജ്ഞാനം, ഇതൊക്കെ തന്നെ ഭേദമായിട്ട് കാണുന്നെങ്കിലും സർവേശ്വരിൽ അഭേദമായി പരിലസിക്കുന്നു. നിരപേക്ഷനായ ആ പ്രഭുവിനെ സമാശ്രയിക്കണം. യഥാനഭസ്യഭ്രതമപ്രകാശോ ഭവന്തി ഭൂപാന ഭവന്ത്യനുക്രമാത് ഏവം പരേ ബ്രഹ്മണി ശക്തയസ്തു അമൂരജസ്തമഃ സത്വമിതി പ്രവാഹഃ. സത്വം, രജസ്, തമസ് ഇതാണ് എല്ലാമായിട്ട് സംഭവിച്ചത്. പരേ ബ്രഹ്മണി, ഇതൊക്കെ തന്നെ പരബ്രഹ്മത്തിലെ ശക്തിയാകുന്നു. ആ ശക്തിയാണ്, മായയാണ് ത്രിഗുണഭാവത്തിൽ പ്രപഞ്ചത്തിന് മുഴുവൻ കാരണമായി പരിലസിക്കുന്നത്. എപ്രകാരമാണോ യഥാ നഭസി, നഭസിൽ ആകാശത്തിൽ എപ്രകാരമാണോ അഭ്രം മേഘം, തമഹ ഇരുട്ട്, ഇതിൻ്റെയൊക്കെ അതുപോലെ തന്നെ പ്രകാശം, ഇതൊക്കെ എപ്രകാരമാണോ ആകാശത്തിൽ സംഭവിക്കുന്നത്, ഇതുപോലെയാണ് പരമാത്മ തത്വത്തിൽ നിന്ന് തമസും രജസും സത്വവും സംഭവിച്ച് പ്രപഞ്ചമായിട്ട് ഭവിക്കുന്നത്. ഹേ ഭൂപ, ഹേ രാജാക്കന്മാരെ, ഇക്കാര്യം മനസ്സിലാക്കിയാലും ഏവം പരേ ബ്രഹ്മണി അമോ ശക്തയഃ, പരബ്രഹ്മത്തിൽ നിന്നാണ് ഈ ശക്തിയൊക്കെ സംഭവിച്ചത്. രജസിൻ്റെയും സത്വത്തിൻ്റെയും തമസിൻ്റെയും. അതുകൊണ്ട് തേനൈകമാത്മാനമശേഷദേഹിനാം കാലം പ്രധാനം പുരുഷം പരേശം സ്വതേജസാധ്വസ്തഗുണപ്രവാഹം ആത്മൈകഭാവേന ഭജധ്വമദ്ധാ. ശുദ്ധചിത്തന്മാരായിട്ട് ശുദ്ധന്മാരായിട്ട് ഭജധ്വ, ആ പ്രഭുവിനെ ഭജിച്ചാലും ആത്മൈകഭാവേന, എന്നിൽ നിന്ന് അന്യനല്ല, ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് അതീതമായി പരിലസിക്കുന്ന സകല അനുഭവങ്ങളെയും അറിഞ്ഞുകൊണ്ട് പരിലസിക്കുന്ന തത്വം അത് സർവേശ്വരനാണ് എന്ന ബോധത്തോടെ. കാലം നിമിത്ത കാരണമാണ്, പ്രധാനം ഉപാദാന കാരണമാണ്, പുരുഷൻ കർത്താവായി പരിലസിക്കുന്നു. ഇതൊക്കെ തന്നെയും കാലം പ്രധാനം പുരുഷം പരേശം, ഇതൊക്കെ ആ സർവേശ്വരനാകുന്നു. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ആ ഹരിയെ തന്നെ ഭജിക്കാൻ ജീവിതത്തിൽ ഉത്സാഹിച്ചോളണം. സ്വന്തം മഹിമ കൊണ്ട് ഗുണപ്രവാഹ സ്വാധീനമില്ലാത്തവൻ ഗുണങ്ങളെ മുഴുവൻ വർഷിച്ച് സൃഷ്ടിസ്ഥിതിലയാദികളെ ചെയ്യുന്നു. അങ്ങനെയുള്ള ആ ഭഗവാനെ ഭജിക്കൂ. ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ. ദയയാ സർവഭൂതേഷു സന്തുഷ്ട്യായേന കേന വാ സർവേന്ദ്രിയോപശാന്ത്യാ ച തുഷ്യത്യാശു ജനാർദ്ദനഃ. ഈ ജനാർദ്ദന ശബ്ദത്തിന് സകല ഇഷ്ടപ്രാപ്തിക്കുമായിക്കൊണ്ട് യാതൊരുവനെ എല്ലാവരും ശരണം പ്രാപിക്കുന്നുവോ, അർദ്ധ്യതേ, യാതൊരുവനോട് അർത്ഥിക്കുന്നുവോ അവനാകുന്നു ജനാർദ്ദനൻ. സകല പുരുഷാർത്ഥങ്ങളെയും പ്രദാനം ചെയ്യാൻ സാമർഥ്യമുള്ള ജനാർദ്ദനൻ സന്തോഷിക്കുമോ
സന്തോഷിപ്പിക്കാൻ എന്ത് വേണമെന്ന് ചോദിക്കുക. നോക്കൂ, സർവഭൂതേഷു ദയയാ സന്തുഷ്ട്യായേന കേനവ. ഭക്തലക്ഷണങ്ങളായിട്ടുള്ള സകല ഭൂതജാലങ്ങളോടും ദയ. എന്തെങ്ങനെയൊക്കെ സംഭവിച്ചാലും ശരി ഈശ്വരഹിതം എന്ന് കണ്ട് എപ്പോഴും വ്യതിചലിക്കാത്ത സന്തോഷം ഉള്ളിൽ സൂക്ഷിക്കാൻ സാധിക്കുക. സർവേന്ദ്രിയ ഉപശാന്തിയാച്ച, ഇന്ദ്രിയങ്ങളെ എപ്പോഴും ഉപശമിപ്പിച്ചിരിക്കാൻ, രാഗദ്വേഷ സ്വാധീനത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ വേർപെടുത്തി നിർത്താൻ സാധിക്കുക. ഇത്രയുണ്ടെങ്കിൽ ജനാർദ്ദന ആശു തുഷ്യതി, ഈ ജനാർദ്ദനൻ സന്തോഷിക്കും. അതിപ്പോൾ ഇവർക്ക് ഉണ്ടല്ലോ, ആ വിഷയത്തിൽ അഭിനന്ദിക്കുകയാണ്. അതുകൊണ്ട് ജനാർദ്ദനൻ എങ്ങനെ സന്തോഷിക്കുമെന്ന് നിങ്ങൾ വ്യാകുലപ്പെടുകയേ വേണ്ട. ജനാർദ്ദന്റെ സന്തോഷം എങ്ങനെയാ പ്രകടമാവുക? 10-ാം അധ്യായത്തിൽ ഭഗവാൻ ഭഗവത്ഗീതയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം. എല്ലായ്പ്പോഴും ഭഗവത് യുക്തന്മാരായിട്ട് ഭഗവത് സ്മരണയോടുകൂടി സകല കർമ്മങ്ങളെയും ചെയ്യുന്നവര് മാത്രമല്ല, അവര് തമ്മിൽ കണ്ടുമുട്ടിയാൽ എന്താ പറയുക? ഭഗവാന്റെ കഥകൾ തന്നെ. അവരെക്കുറിച്ച് ഭഗവാന് പ്രത്യേക അനുകമ്പയുണ്ട് എന്നാണ് 10-ാം അധ്യായത്തിൽ പറയുന്നത്. തേഷാമേവാനുകമ്പാർത്ഥമഹമജ്ഞാനജന്തമഃ നാശയാമ്യാത്മഭാവസ്ഥഃ ജ്ഞാനദീപേന ഭാസ്വത. ജ്ഞാനദീപം കൊളുത്തി അവരുടെ അജ്ഞാന തപസ്സിനെ ഞാൻ ഇല്ലാതാക്കും. തേഷാമേവ അനുകമ്പ കൊണ്ട്. എവിടെ ഇരിക്കുന്നു ഭഗവാൻ? ആത്മസ്ഥനാണല്ലോ, എളുപ്പമാണ് എന്ന് പറയും അവിടെ ദീപം കൊളുത്താനേ. ഇപ്പൊ ലോകബന്ധത്തിൽ നാം ദയയും അതുപോലെ തന്നെ സർവദാ സന്തുഷ്ടിയും ഒക്കെ പാലിക്കാമെങ്കിൽ, സർവേശ്വര വിഭൂതിയായി കണ്ടുകൊണ്ടിരിക്കാമെങ്കിൽ, രാഗദ്വേഷത്തെ മാറ്റി നിർത്താമെങ്കിൽ ഭഗവാൻ അന്തഃകരണത്തിൽ ദീപം കൊളുത്തും. ദദാമി ബുദ്ധിയോഗം തം യേന മാമുപയാന്തി തേ. എന്നെ ഇങ്ങനെ സമാശ്രയിക്കുന്നവർക്ക് ബുദ്ധിയോഗത്തെ ഞാൻ പ്രദാനം ചെയ്യും എന്നും 10-ാം അധ്യായത്തിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപഹത സകലൈഷണാമലാത്മാ ആത്മനി അവിരതമേധിത ഭവനോ ഭാവനോപഹൂതഃ നിജജനവശകത്വമാത്മനോ യത് ന സരതി ഛിദ്രവദക്ഷരഃ സദാം. അപഹത സകലൈഷണാമലാത്മനി, സകല ഏഷണകളെയും, ഏഷണകൾ എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ, ആഗ്രഹത്തെയൊക്കെ ജയിച്ചവര്, ഹൃദയത്തിൽ ആഗ്രഹങ്ങളുടെ ശല്യം അകന്നവര്. അവിരതമേധിത ഭാവനോപഹൂതഃ, എല്ലായ്പ്പോഴും സർവേശ്വര ചിന്തനത്തിൽ മുഴുകിയിരിക്കുന്നവര്. നിജജനവശകത്വമാത്മനോയത്, സർവേശ്വരനെ ഇപ്രകാരം പ്രാപിച്ചു വർത്തിക്കുന്നവരിൽ ഭഗവാൻ ഒരിക്കലും പിരിയില്ല. എപ്രകാരമാണോ ഹൃദയത്തിൽ ആകാശം വസിക്കുന്നത്, അതുപോലെ ഭഗവാൻ അവരോടൊപ്പം ഇരിക്കും, പിരിയുന്നേയില്ല. എന്താ ഇവരുടെ പ്രത്യേകത? ഏധിത ഭാവന ഉപഹൂത, വർദ്ധിച്ച ഭക്തി കൊണ്ട് ഭഗവാനിൽ വർത്തിക്കുന്നവരാകുന്നു. അങ്ങനെയുള്ളവരെ നിജജനങ്ങൾക്ക് അധീനനായിട്ടുള്ള, ഭക്തപരാധീനനായിട്ടുള്ള ഭഗവാൻ ഹൃദയത്തിൽ ആകാശം പിരിയാതിരിക്കുന്നത് പോലെ ഭഗവാൻ ഇവരെ ഒരിക്കലും പിരിയുന്നില്ല. ഇത് പറഞ്ഞിട്ട് തൊട്ടടുത്ത ശ്ലോകത്തിൽ നാരദർ ഉപദേശിക്കുന്നത് എന്താ? ന ഭജതി കുമനീഷിണാം സ ഇജ്യാം ഹരിരധനാത്മധന പ്രിയോ രസജ്ഞഃ ശ്രുതധന കുലകർമ്മണാം മദൈര്യേ വിദദധി പാപമകിഞ്ചനേഷു സത്സു. ന ഭജതി, സർവേശ്വരൻ അവരെ സേവിക്കില്ല, അവരെ ഭജിക്കില്ല, അവരെ അനുഗ്രഹിക്കില്ല, അവരെ അവഗണിക്കുന്നു. ആരെ? സത്സു പാപം അകിഞ്ചനേഷു സത്സു, ഹരി മാത്രമാണ് തങ്ങളുടെ ധനം എന്ന് ചിന്തിക്കുന്ന
സാമാന്യരുടെ ദൃഷ്ടിയിൽ നിർധനികൾ, പക്ഷെ അവർ വലിയ ധനികരാണ്. കാരണം അവരുടെ ധനം എന്താണ്? ഹരിധനം. അങ്ങനെ ഹരിധനന്മാരായിട്ടുള്ള സജ്ജനങ്ങളോട് പാപത്തെ വിദധതി ചെയ്യുന്നവരുടെ കാര്യത്തിൽ ഭഗവാൻ ഒരിക്കലും ശ്രദ്ധിക്കില്ല. ഹരിഹി ആത്മധനപ്രിയ. ഇവര് അധനന്മാരാണ് സജ്ജനങ്ങൾ. അവരുടെ ധനം എന്താണ്? ആത്മധനമാണ്, അഥവാ ഹരിധനമാണ്. ഈ ഭഗവാനാകട്ടെ അവരിലെ ഭക്തിയെ എപ്പോഴും രസിക്കുന്നവനാണ്, രസജ്ഞനാണ്. അങ്ങനെ രസജ്ഞനും ആത്മധനന്മാരുടെ ധനമായിട്ടുള്ളവനുമായിട്ടുള്ള ഹരിയെ ഭജിക്കുന്നവരെ ഗൗനിക്കാത്ത ദുഷ്ടന്മാരുടെ കാര്യത്തിൽ ഭഗവാൻ അവരെ അവഗണിക്കുന്നു, ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് ഹരിഭജന നൈരന്തര്യമുണ്ടാവുന്നത് പോലെ സജ്ജന സേവനത്തിലും ഭക്തജന സേവനത്തിലും ശ്രദ്ധയുള്ളവരായിരിക്കണം. ഇതാണ് ഇവിടുത്തെ ഉപദേശം. ശ്രിയമനുസരതിം തദർത്ഥിനശ്ച ദ്വിപദപദീൻ വിബുധാംശ്ച യത്സ്വപൂർണ്ണഃ ന ഭജതി നിജഭൃത്യവർഗതന്ത്രഃ കഥമമുമുദ്വിസൃജേത് പുമാൻ കൃതജ്ഞഃ. ലക്ഷ്മി ഭഗവതിയെ എല്ലാവരും കൊതിക്കുന്നു. ആ ലക്ഷ്മി ഭഗവതി ഭഗവാനെ കൊതിക്കുന്നു. എന്നാൽ ഭഗവാനാകട്ടെ ലക്ഷ്മിയെയോ ലക്ഷ്മിയെ ഭജിക്കുന്നവരെയോ ഭജിക്കുന്നില്ല, അനുഗ്രഹിക്കുന്നില്ല. എന്താ കാരണം? ഭഗവാന്റെ സ്നേഹവാത്സല്യാനുഗ്രഹങ്ങളൊക്കെ ഭക്തരിൽ ഇൻവെസ്റ്റ് ചെയ്തു പോയിട്ടുണ്ട്. ശ്രിയമനുസരതിം തദർത്ഥിനശ്ച. നിരന്തരം ഭഗവാനെ ഹരിയെ സേവിക്കുന്ന ലക്ഷ്മി ദേവിയുടെ കാര്യത്തിലാകട്ടെ, ആ ലക്ഷ്മി ഭഗവതിയെ പിന്തുടരുന്നവരുടെ കാര്യത്തിലാകട്ടെ, ദ്വിപദപദീൻ, ഹേ രാജാക്കന്മാരെ, വിബുധാംശ്ച യത്സ്വപൂർണ്ണഃ. ഭഗവാൻ സ്വതേ പൂർണ്ണനാണ്. അതുകൊണ്ട് ലക്ഷ്മിയുടെ പിറകെ ഒന്നും നടക്കേണ്ട കാര്യമില്ല. ന ഭജതി, ഭജിക്കുന്നില്ല ഭഗവാൻ. നിജഭൃത്യവർഗതന്ത്രഃ. എന്താ കാരണം? ഭക്തപരാധീനനാണ് ഭഗവാൻ. ഭഗവാന്റെ ശ്രദ്ധ മുഴുവൻ ഭക്തന്മാരിലാണ്. അങ്ങനെയുള്ള ഭഗവാനെ കൃതജ്ഞതയുള്ള ആരുപേക്ഷിക്കുന്നു ചോദിക്കുക. അതുകൊണ്ട് ഹരിഭജന ശ്രദ്ധ ഉണ്ടാവട്ടെ. ഹരി ഭക്തജനങ്ങളിൽ അത്രയും കാരുണ്യമുള്ളവനാകുന്നു, വാത്സല്യമുള്ളവനാകുന്നു, അനുഗ്രഹബുദ്ധി ഉള്ളവനാകുന്നു. മൈത്രേയ ഉവാച. മൈത്രേയരെ ഉപസംഹരിക്കുകയാണ്. ഇതി പ്രചേതസോ രാജന്നന്യശ്ച ഭഗവത്കഥാ ശ്രാവയിത്വാ ബ്രഹ്മലോകം യയൗ സ്വായംഭുവോ മുനിഃ. ഇപ്രകാരം ശ്രീനാരദര് പ്രചേതസ്സുകൾക്ക് മറ്റു ചില ഭാഗവത കഥകളും ധ്രുവചരിതമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. വിസ്തരിച്ച് ഉപദേശിച്ചു കൊടുത്ത ശേഷം സ്വധാമത്തിലേക്ക് പോയി. ഇത്രയേ ഉപദേശമുള്ളൂ എന്ന് പറയാം. സദാ ഹരിഭജനം. അതില്ലാതെ എന്തൊക്കെ സാധനങ്ങളുണ്ടെങ്കിലും അതൊക്കെ വ്യർത്ഥമാവും. ഹരിഭജനത്തിന് ശ്രദ്ധിക്കൂ. ഹരിയാണെങ്കിലോ ഭജിക്കുന്നവരിൽ അത്യന്ത കരുണാബുദ്ധിയുള്ളവനാണ്, അനുഗ്രഹബുദ്ധിയുള്ളവനാണ്. തേപി തന്മുഖ നിർയാതം യശോ ലോകമഹലാപഹം ഹരേർനിശമ്യ തത്പാദം ധ്യായന്ത സദ്ഗതിം യയൂ. ഇവരാകട്ടെ തന്മുഖ നിർയാതം, ഈ നാരദർഷിയുടെ വിഭൂതികളെ, വചോമൃതത്തെ, വചസ്സുകളാകുന്ന അമൃതത്തെ പാനം ചെയ്തിട്ട് എന്തായിരുന്നു വിശേഷം? ഹരേഹേ യശഃ, ഹരിയുടെ യശസ്സാണ് വർണ്ണിച്ചത്. നാരദര് സകല പാപങ്ങളെയും നീക്കുന്ന അത് കേട്ടിട്ട് സദ്ഗതിം യയു, സദ്ഗതിയെ പ്രാപിച്ചു. ഏതത്തെ ഭിഹിതം ക്ഷത്തർയന്മാം ത്വം പരിപൃഷ്ടവാൻ പ്രചേതസാം നാരദസ്യ സംവാദം ഹരികീർത്തനം. ഇപ്രകാരം ഹേ വിദുരരെ, ഭവാൻ ചോദിച്ചതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചുവല്ലോ എന്ന് മൈത്രേയര് ഉപസംഹരിച്ചു. ശ്രീശുക ഉവാച യ ഏഷ ഉത്താനപാദോ മാനവസ്യാനുവർണിത
വംശം പ്രിയവ്രതസ്യാപി നിബോധ നൃപസത്തമ യോ നാരദാത്മവിദ്യാമധിഗമ്യ പുനർമഹിം ഭുക്ത്വാ വിഭജ്യ പുത്രേഭ്യ ഐശ്വരം സമഗാത് പദം ഇമാം തു കൗഷാരവിണോപവർണിതാം അചിതവാദസത്കഥാം പ്രവൃദ്ധഭാവോശ്രുകുലാകുലോ മുനേ ദധാരമൂർധ്നാചരണം ഹൃദാഹരേ. ഇപ്രകാരം ശ്രീ ശുകൻ പരീക്ഷിത മഹാരാജാവിനോട് പറയുകയാണ്, മൈത്രേയര് വിതുരർക്ക് ബാക്കി കഥകൾ ഒക്കെ പറഞ്ഞു കൊടുത്തു. ഉത്താനപാദൻ്റെയും മറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിച്ചു കൊടുത്തു. അങ്ങനെ പ്രിയവ്രതൻ്റെ ചരിതം വിസ്തരിച്ചു പറഞ്ഞു കൊടുത്തു. അങ്ങനെ അതൊക്കെ കേട്ടിട്ട് എന്ത് ചെയ്തു? മൈത്രേയരാൽ ഉപദേശിക്കപ്പെട്ട വിതുരര് സന്തോഷത്തോടെ അദ്ദേഹത്തെ നമസ്കരിച്ച ശേഷം വിതുര ഉവാച സോയമദ്യ മഹായോഗിൻ ഭവതാ കരുണാത്മനാ ദർശിതസ്തമസഃ പാരഃ യത്ര അകിഞ്ചന ഗോഹരേഹേ. അകിഞ്ചനന്മാർക്ക് ലഭ്യനാകുന്ന ഹരിയുടെ ചരിതത്തെ ഹേ മൈത്രേയ മഹർഷേ അങ്ങ് വർണ്ണിച്ചത് കേട്ട് എനിക്ക് വളരെ തൃപ്തിയായി. അങ്ങ് കരുണാത്മാവാണ്, അങ്ങനെയാണ് ഭഗവത് ചരിതം ദർശിപ്പിച്ചു തന്നത്. സന്തോഷമായി. ശ്രീശുക ഉവാച ഇത്യാനമ്യതമാമന്ത്ര്യ വിദുരോ ഗജസഹ്വയം സ്വനാം ദിദൃക്ഷുപ്രയയൗ ജ്ഞാതീനാം നിർവൃതാശയ ഏതദ്യശൃണുയാദ്രാജൻ രാജ്ഞാം ഹര്യർപ്പിതാത്മനാം ആയുർധനം യശസ്വസ്തി ഗതിം ഐശ്വര്യമാപ്നുയാത്. ഇപ്രകാരം ശ്രീ ശുകര് പറയാണ്, മൈത്രേയര് നമസ്കരിച്ചിട്ട് വിതുരര് തൻ്റെ സ്വജനങ്ങളെ കണ്ട് അവരെയൊക്കെ ഉപദേശിക്കാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഹസ്തിനപുരിയിലേക്ക് പുറപ്പെട്ടു പോയി. ഈ കഥ, ഏത് കഥ? ഏതത് രാജ്ഞാം ഹരി അർപ്പിതാത്മനാം, ഹരിയുടെ തൃപ്പാദ കമലങ്ങളിൽ സർവസമർപ്പണം ചെയ്തിട്ടുള്ള രാജാക്കന്മാരുടെ പ്രചേതസ്സുകളുടെ കഥ കേൾക്കുന്നവർക്ക് ആയുസ്, യശസ്, സ്വസ്തി ഇതൊക്കെ തന്നെ ഉണ്ടാകും. സകല മംഗളങ്ങളും ഉണ്ടാകും. ആയുസ്സുണ്ടാവും, യശസ്സുണ്ടാവും, സകല ഐശ്വര്യങ്ങളും പ്രാപിക്കും എന്ന് ഇതിൻ്റെ ഫലശ്രുതിയും പറഞ്ഞുകൊണ്ട് ഈ അധ്യായം ഉപസംഹരിക്കപ്പെടുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.